പൂന്തോട്ട നിർമ്മാണത്തിൽ താൽപ്പര്യമുണ്ടായിരുന്ന അയാൾ ധാരാളം ചെടികൾ വാങ്ങി നട്ടു. ശ്രദ്ധയോടെ അവയെ പരിപാലിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞ് റോസാച്ചെടിയിൽ നോക്കുമ്പോൾ അതിൽ നിറയെ മുള്ളുകൾ. ഇത്രയും മുള്ളുകളുള്ള ചെടിയിൽ നിന്ന് എങ്ങനെയാണ് നല്ല പൂക്കൾ വിരിയുക? അയാൾ സ്വയം ചോദിച്ചു. അന്നു മുതൽ ആ ചെടിക്ക് അയാൾ വെള്ളമൊഴിക്കാതായി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ഉണങ്ങിക്കരിയുകയും ചെയ്തു. മറ്റുള്ളവരെക്കുറിച്ച് പുലർത്തുന്ന അബദ്ധധാരണകളും അവരിൽ അർപ്പിക്കുന്ന അനാവശ്യ പ്രതീക്ഷകളും അവർ അർഹിക്കുന്ന ജീവിതം അവർക്ക് നിഷേധിക്കും. വളർത്തുക എന്നതിനേക്കാൾ വളരാൻ അനുവദിക്കുക എന്നതാകും വളർച്ചയുടെ സ്വാഭാവികതയ്ക്കും വളർത്തുന്നവരുടെ മനസ്സമാധാനത്തിനും നല്ലത്. വളർത്തുന്നവരുടെ ഇഷ്ടങ്ങൾക്കും പ്രതീക്ഷകൾക്കും മാത്രം അനുസരിച്ച് രൂപപ്പെടുക എന്നതല്ല വളരുന്നവരുടെ ദൗത്യം. ഓരോ വിത്തിനും തനിമയുണ്ട്. അത് നിഷേധിക്കാത്തവരാണ് യഥാർത്ഥ രക്ഷകർത്താക്കൾ. താൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വളർത്തിയെടുത്തു എന്ന് അഹങ്കരിക്കുന്നവരോട് തനിച്ച് വളരാനുള്ള തൻ്റെ ഇടം നഷ്ടപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം കൂടി താങ്കൾ ഏറ്റെടുക്കണം എന്ന് നാം പറയണം. വളരുന്ന സമയത്തെ നിസ്സഹായതയും ബലഹീനതയും ചൂഷണം ചെയ്ത് ചങ്ങലക്കിടുന്നത് വളർത്തുന്നവരുടെ അപക്വതയാണ്. അവഗണനകളെയും അവസര നിഷേധത്തെയും അതിജീവിച്ച് വളർന്നവർ വളർത്തിയവർക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി തന്നെ നിലകൊള്ളും. ഒരാളുടെ വളർച്ച നിഷേധിക്കാൻ മറ്റൊരാൾക്ക് എന്തവകാശമാണുള്ളത്? എല്ലാം ഒരുപോലെ വളരില്ല. എന്തിനും അതിൻ്റെതായ ഘടനയും പ്രകൃതവും ഉണ്ടാകും. എല്ലാത്തിനെയും ഒരുപോലെ കണ്ടു വളർത്താൻ ശ്രമിക്കുന്നവർ നല്ല പരിപാലകരാകില്ല. എങ്ങനെ വളർത്തണം എന്നറിയാത്തവർ ആരും കാണാതെ മുളയിലെ നുള്ളും. തങ്ങൾക്ക് പരിചയമില്ലാത്ത സവിശേഷതകളും പ്രത്യേകതകളും വൈകല്യങ്ങളായി വ്യാഖ്യാനിച്ച് മാറ്റി നിർത്തുന്നതാണ് പരിചരണത്തിന്റെ പോരായ്മ. താരതമ്യം ആരെയും വളരാനോ വളർത്താനോ ഉപകരിക്കില്ല. സ്വന്തം വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വഴിവിളക്കാകുക എന്നതാണ് പരിപാലകരുടെ പ്രധാന ദൗത്യം.